ഇപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനായി നമ്മളോടൊപ്പം പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റായ ശ്രീ ബാദുഷ ചേരുകയാണ്. ശ്രീ ബാദുഷ, വിവാദമായ മുട്ടിൽ മരം മുറി കേസിലാണ് ഏറെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതിൽ ഇതിന്റെ പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഉത്തരവിൽ കൃത്യമായി തന്നെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു, അതനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു, പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും ദുർബലമായ വകുപ്പുകൾ ചേർക്കുന്നു. ഇതിൽ അന്നത്തെ റവന്യൂ സെക്രട്ടറിയും നിലവിലെ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ ജയതിലകും അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ളയും ഒക്കെ കൂട്ടുനിന്നു, ഒപ്പം ഉദ്യോഗസ്ഥ വൃന്ദവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? മുട്ടിൽ മരമുറി നടത്തിയത് തന്നെ സംസ്ഥാന തലത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ മന്ത്രിമാരും, ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസും അടക്കം പങ്കാളികളായിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് കേരളത്തിൽ വളരെ മുമ്പ് തന്നെ ആരംഭിച്ചതുമാണ്. വളരെ അനർഹമായിട്ടുള്ള, നമ്മുടെ വിലമതിക്കാനാവാത്ത കോടാനുകോടി ഉറുപ്പികയുടെ റിസർവ് മരങ്ങൾ, ലക്ഷം ഏക്കറിൽ റിസർവ് ചെയ്ത് നിർത്തിയിട്ടുള്ളതായ മരങ്ങൾ ഒന്നടങ്കം കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ജയതിലകും അതുപോലെ തന്നെ അന്നുള്ളതായ കലക്ടറും എല്ലാം കളിച്ചുകൊണ്ട് അത്തരം ഒരു ഉത്തരവ് ഉണ്ടാക്കിയതും അതിന്റെ മറവിൽ മരമുറി നടത്തിയതും. അതിൽ മുട്ടിലെ മരമുറി മാത്രമാണ് ഏറ്റവും കൂടുതൽ വിവാദമായത്. അതിൽ ഈ വലിയ വമ്പൻ സ്രാവുകൾ അവര് വിവിധ തലത്തിൽ ഭരണതലത്തിലും മറ്റു എല്ലാ തലത്തിലും തന്നെ ഇടപെടാനും സ്വാധീനിക്കാനും കെൽപ്പുള്ള ആൾക്കാരാണ്. അവര് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരെയും അവർ സ്വാധീനിച്ചിട്ടുണ്ട്, താഴേക്കടയില്ല. എന്നാൽ വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും മറ്റും അവർക്ക് സ്വാധീനിക്കാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ നടത്തിയുള്ളതായ ഗൂഢാലോചന വെളിവായതിനു ശേഷവും സംസ്ഥാന സർക്കാർ ഈ കേസ് അട്ടിമറിക്കാനുള്ളതായ ശ്രമങ്ങളാണ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്പെഷ്യൽ ടീമിനെ അന്വേഷണത്തിന് വെച്ചത്. അന്ന് തന്നെ ഈ കോടതിയിൽ അത് ചോദ്യം ചെയ്തപ്പോൾ അതിന്റെ സ്പെഷ്യൽ ടീമിന്റെ നിഗമനങ്ങളും റിപ്പോർട്ടുകളും വരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നായിരുന്നു അന്ന് സമർപ്പിച്ച, ഞങ്ങളല്ല, പ്രകൃതി സംരക്ഷണ സമിതിയല്ല, ആ ആൾക്കാരോട് കോടതി പറഞ്ഞത്. എന്നാൽ ആ സ്പെഷ്യൽ ടീമിന്റെ ഉത്തരവില് കാതലായ കാര്യങ്ങളൊന്നും കുറ്റക്കാരെ അവര് ശിക്ഷിക്കാനുള്ളതായ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ആ ഉത്തരവിലും അതില്ല. ഉദാഹരണമായിട്ട് ധാരാളം ആദിവാസികളുടെ സ്വത്ത് വഞ്ചിച്ച് അവരുടെ കൈവശത്തിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതിലൊരു അട്രോസിറ്റി, ട്രൈബൽ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ഈ മരമുറിക്ക് നേതൃത്വം കൊടുത്ത അഗസ്ത്യൻ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാവുന്നതാണ്. അത് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ മുറിച്ചു മാറ്റിയ അവരുടെ പൊതു സ്വത്ത് നശിപ്പിക്കുന്നതിനെതിരായുള്ളതായ കേസ് ആ വകുപ്പ് അനുസരിച്ച് ചെയ്തിരുന്നെങ്കിൽ അവർ കോടിക്കണക്കിന് ഉറുപ്പിക കെട്ടിവെച്ചാൽ മാത്രമേ അവർക്ക് ജാമ്യം കിട്ടുമായിരുന്നു. അതും ദുർബലപ്പെടുത്തി. അങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ അനുവദിക്കുകയും അവരുടെ എല്ലാ ഗൂഢാലോചനകൾക്കും അരു നിൽക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടതിൽ ഒരു അത്ഭുതവുമില്ല. ആ കേസ് അട്ടിമറിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം അവര് അന്ന് ഈ മരമുറിക്കെതിരെ പ്രവർത്തിച്ച വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഇന്നും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അതെ, വളരെ നന്ദി ശ്രീ ബാദുഷ പ്രതികരിച്ചതിന്. ഐസണിലേക്ക് പോകുന്നു. ഐസൺ, വലിയ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇത് ആസൂത്രണം ചെയ്തവർക്ക് കൃത്യമായി ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതും അറിയാമായിരുന്നു. നമുക്കറിയാം, അന്ന് പാവപ്പെട്ട കർഷകരടക്കം വഞ്ചിക്കപ്പെട്ടതാണ്. പക്ഷേ ഇതൊരു കുടുംബത്തിലേക്ക് മാത്രം ആ കോടികളുടെ ലാഭം എത്തിച്ചേരുന്നു. പിന്നീട് അത് വീതം വെച്ചവരിൽ ഉദ്യോഗസ്ഥ വൃന്ദം കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിക്ക് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദവും അല്ലെങ്കിൽ ഭരണ തലപ്പത്തുള്ളവരും കൂടി കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ ഇതിന്റെ ഗൗരവ സ്വഭാവം പുറത്തു വരുന്നത്. പക്ഷേ ഇതിനെ നിയമവ്യവസ്ഥയിൽ എങ്ങനെ ഇതിന്മേലൊരു പരിഹാരം കാണുമെന്നാണ് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കേണ്ടത്.
പ്രോസിക്യൂട്ടർ അതായത് ജോസഫ് മാത്യു തന്നെ പറഞ്ഞത് ഇതേ ചോദ്യത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു അന്വേഷണ സംവിധാനം ഇക്കാര്യത്തിൽ ഉണ്ടായല്ലാതെ ഇതിൽ മറ്റു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നൽകുക സാധ്യമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ദുർബലമായ ഒരു കുറ്റപത്രമാക്കി ഇതിനെ മാറ്റുക, അതുപോലെ തന്നെ ഈ കേസന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിന്നും അതിനെതിരെ ശക്തമായ നിലപാട്, അതായത് ഇതിൻ്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന കൃത്യമായ ഒരു അഴിമതിയാണ് ഇതിനകത്ത് നടന്നത്. സ്വാഭാവികമായും ഈ കേസ് ഇനി നിലവിൽ കേരള പോലീസ് അന്വേഷിക്കുക. അതായത് 3 കേസുകളാണുള്ളത്. 3 കേസുകളിൽ അതായത് റവന്യൂവിൻ്റെയും അതുപോലെ ഫോറസ്റ്റിൻ്റെയും കേരള പോലീസിൻ്റെയും ഇത് കേരള പോലീസ് തുടരന്വേഷണം നടത്തുകയാണെങ്കിൽ പ്രായോഗികമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അഴിമതി നിറഞ്ഞ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇനിയും തുടരന്വേഷണങ്ങളിലും എത്രത്തോളം സുതാര്യമായിരിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടത് തന്നെയാണ്.